നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് പാചകവാതക വിലയിൽ വർധനവ്. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും കൂടി. LPG ബുക്കിംഗിന് നിയന്ത്രണം. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗ് 25 ദിവസത്തിൽ ഒരിക്കൽ മാത്രം. പുതുക്കിയ വില പ്രാബല്യത്തിൽ. ആശങ്കയുണ്ടെങ്കിലും വിതരണത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്രം. ഇടപെടുമെന്ന് സംസ്ഥാന സർക്കാർ. അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറാനുമേൽ ആക്രമണമുണ്ടായില്ലെങ്കിൽ GCC രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ. ഇറാന്റെ ഇടക്കാല നേതൃത്വ കൗൺസിൽ ഇക്കാര്യം അംഗീകരിച്ചതായും ഇറാൻ പ്രസിഡന്റ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നിൽ ഇറാൻ കീഴടങ്ങില്ല. ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. പെരുമ്പളം ജനതയ്ക്ക് സ്വപ്ന സാക്ഷാത്കാരം. കുട്ടനാടിന്റെ സ്വപ്ന പദ്ധതിയായ പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. മറുകരയെത്താൻ കടത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങളുടെ ദുരിത ജീവിതത്തിന് ഇതോടെ അറുതിയായി. വട്ടിയൂർക്കാവിൽ തൃശൂർ ആവർത്തിക്കില്ലെന്ന് കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് ചതിക്കില്ലെന്ന് പറഞ്ഞ മുരളി ജനങ്ങളോടുള്ള ആത്മബന്ധമാണ് തന്റെ ആത്മവിശ്വാസമെന്നും പറഞ്ഞു. തൃശൂരിൽ തന്നെ കാലുവാരാൻ നേതൃത്വം നൽകിയവരെ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചാൽ ജനം അവരുടെ വിധി തീരുമാനിക്കും. 2004 KPCC അധ്യക്ഷ സ്ഥാനം വിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും കെ മുരളീധരൻ. കേരളത്തിനായി 5 വാഗ്ദാനങ്ങളുമായി രാഹുൽ ഗാന്ധി. ക്ഷേമ പെൻഷൻ 3000, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ തുടങ്ങിയവ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ. പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര. സമാപന സമ്മേളനത്തിൽ UDF 100 സീറ്റുകളോടെ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സമാപനം. സുധാകരനെ അനുനയിപ്പിക്കാൻ നിൽക്കാതെ ആലപ്പുഴയിൽ നിന്ന് മടങ്ങി മുഖ്യമന്ത്രി. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിലും സുധാകരൻ പങ്കെടുത്തില്ല. CPM ജില്ലാ കമ്മിറ്റി ഷെയർ ചെയ്ത പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ലിങ്കും ഫേസ്ബുക്ക് പേജിൽ നിന്ന് മാറ്റി സുധാകരൻ. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായ നേമത്തും വട്ടിയൂർക്കാവും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവർ തെരഞ്ഞെടുപ്പ് കളത്തിൽ. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ ചുമരെഴുതി പ്രചാരണത്തിന് തുടക്കമിട്ടു. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും വിജയിക്കുമെന്നും ശ്രീലേഖ. നേമത്ത് പൊതുജന മുന്നേറ്റ ക്യാമ്പയിന് തുടക്കമിട്ട് രാജീവ് ചന്ദ്രശേഖർ. സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ ഇടതുമുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കാനൊരുങ്ങി RJD. നിലവിലെ 3 സീറ്റുകൾ കൂടാതെ 3 അധിക സീറ്റുകൾ കൂടെ പരിഗണിക്കണമെന്ന ആവശ്യം. ഉഭയകക്ഷി ചർച്ചയിൽ CPM ആവശ്യം തള്ളിയെന്നും വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്തുമെന്നും RJD. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ സുതാര്യമായാണ് നടന്നതെന്നും പരാതിയുള്ളവർക്ക് വിജ്ഞാപനം വരുന്നതുവരെ പേരുൾപ്പെടുത്താൻ അവസരമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അർഹരായ ഒരാളെ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും ഗ്യാനേഷ് കുമാർ. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി 17-ന്. കേസിലെ അന്തിമവാദം പൂർത്തിയായി. വിധി പറയുക കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. കേസിലെ ഏക പ്രതി സന്ദീപ് കൊല്ലം കുടുവട്ടൂർ സ്വദേശി. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. സ്വന്തം മണ്ണിൽ ചരിത്രം കുറിക്കാൻ ഇന്ത്യ. T20 ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.